പ്രതിപക്ഷ നേതാവായതോടെയാണ് വി.എസിലെ ജനകീയ നേതാവിന്റെ ഉദയം. പരിസ്ഥിതിയും അഴിമതിയും സ്ത്രീ സൗഹൃദ വിഷയങ്ങളും ഉയർത്തിയതോടെ അച്യുതാനന്ദൻ ജനകീയനായി. നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗങ്ങൾ ആളുകളെ ഹരം കൊള്ളിച്ചു. വി.എസിന് ചുറ്റും ആൾക്കൂട്ടങ്ങൾ ഇരമ്പി. കേരളം ഒരു കോൺക്രീറ്റ് വനമാകാതെ പോയതിൽ വരും തലമുറകൾ നന്ദി പറയേണ്ടത് വി.എസ്. അച്യുതാനന്ദനോടാണ്. നെൽവയലുകളും കായലുകളും നികത്തി കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർത്തുന്നത് പരിസ്ഥിതി നാശത്തിന് വഴിവെക്കുമെന്ന തിരിച്ചറിവിൽ വി.എസ്. രണ്ടാംഘട്ട പോരാട്ടം നയിച്ചു. 74 വയസ്സിൽ മലകൾ കയറി. 2002 മതികെട്ടാൻ ചോലയിലെ കയ്യേറ്റങ്ങൾ നേരിട്ടു കണ്ടു. നടപടികളും തുടങ്ങി. മതികെട്ടാൻ ചോല ഏറ്റെടുത്തു. പൂയംകുട്ടിയിലും കമ്പക്കൽമേട്ടിലുമെത്തി. തുടർയാത്ര മൂന്നാറിലേക്കായിരുന്നു. അനധികൃത കയ്യേറ്റങ്ങൾ ഏറ്റെടുക്കാൻ പൂച്ചകളെ ഇറക്കി. റിസോർട്ടുകൾ ഇടിച്ചു നിരത്തി. CPIയുടെ കെട്ടിടത്തിൽ ദൗത്യസംഘം കൈവച്ചതോടെ ദൗത്യം വഴിമുട്ടി. മൂന്നാറിൽ അച്യുതാനന്ദൻ തുടങ്ങിവെച്ചത് കണ്ടില്ലെന്ന് നടിക്കാൻ പിന്നീട് വന്ന ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞില്ല. അഴിമതിക്കെതിരായ അച്യുതാനന്ദന്റെ പോര് തെറിപ്പിച്ചത് ആർ ബാലകൃഷ്ണപിള്ളയുടെ മന്ത്രി കസേര. ഇടമലയാർ അഴിമതിയിൽ അച്യുതാനന്ദൻ ഹൈക്കോടതിയിൽ പോയതോടെ പിള്ള ജയിലിലായി. ലോട്ടറി മാഫിയക്കെതിരായ പോരാട്ടം സാന്റിയോഗോ മാർട്ടിനെ പോലുള്ളവരെ കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിച്ചു. സ്ത്രീ പീഡകരെ കയ്യാമം വയ്ക്കുമെന്ന് അച്യുതാനന്ദൻ പ്രഖ്യാപിച്ചതോടെ തങ്ങൾക്കൊരു നാഥനുണ്ടെന്ന തോന്നൽ കേരളത്തിലെ സ്ത്രീകൾക്കുണ്ടായി. സൂര്യനെല്ലി, കിളിരൂർ ഐസ്ക്രീം കേസുകളിൽ അച്യുതാനന്ദൻ നിയമ പോരാട്ടത്തിനിറങ്ങി. എൻഡോസൾഫാൻ ഇരകൾക്കായി സത്യാഗ്രഹത്തിനും തയ്യാറായി. ഇടപെട്ടുകളയുമെന്നൊരു വാക്ക് വി.എസിനെ ചുറ്റിപ്പറ്റി കേരളത്തിലുണ്ടായിരുന്നു. അധികാരത്തിലിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ മുൻപിൻ നോക്കാതെ ഇടപെട്ട നേതാവായിരുന്നു അച്യുതാനന്ദൻ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.